ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ കറ്റാർ വാഴ, ചട്ടിയിൽ കറ്റാർ വാഴയൊക്കെ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെയാണ് വീടിന് ചുറ്റും അലോവേരയുടെ അലോവേര നട്ടിട്ടുണ്ട് കേട്ടോ, ചെടിച്ചട്ടികളിലാക്കിയിട്ട്. അപ്പോൾ ഇതിലിങ്ങനെ എന്താ പറയുക, ഒരു ചെടി നട്ടതേ ഉള്ളൂ. അപ്പോൾ അതിൽ കുറേ കുഞ്ഞുങ്ങളുണ്ടായി. പിന്നെ ഞാനത് ഓരോരോ ചെടിയിലേക്കൊക്കെ മാറ്റി നട്ടു. പിന്നെ ചിലതിലൊക്കെ ഞാൻ കയ്യൂന്നി നട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കയ്യൂന്നി വയലിൽ നിന്ന് പറിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയലിലെ മണ്ണ് കൂട്ടിയിട്ട് കയ്യൂന്നി നടുമ്പോൾ നമുക്ക് കയ്യൂന്നി വേഗം ഉണ്ടാവും. ഞാൻ ഇതിന് മുമ്പ് പലതവണ കയ്യൂന്നി നട്ടിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങനെ പിടിക്കുന്നില്ല. പക്ഷേ വയലിലെ മണ്ണും കൂടി ചേർത്ത് നടുമ്പോൾ പെട്ടെന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് അത്യാവശ്യം തൈകളൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ അലോവേര ജെല്ലും കയ്യൂന്നിയും പിന്നെ ചെമ്പരത്തിപ്പൂവും കൂടെ വെച്ചിട്ടൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം. ഇതുണ്ടല്ലോ, ഈ സൈഡിലൂടെയൊക്കെ കറ്റാർ വാഴകളുണ്ട്. പിന്നെ ചെറുതായിട്ട് പച്ചക്കറി വലുതായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ. അപ്പം ഇതൊക്കെ കണ്ടില്ലേ, മാറ്റി നട്ടിട്ടുള്ള കറ്റാർ വാഴ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ. സൈഡിലൂടെയൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. പിന്നെ കുറേ ആകുമ്പം വല്ലാണ്ട് മൂത്ത് പോകുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള ഒരു ആയുർവേദ ആശുപത്രി ഉണ്ട്, അവിടെ കൊണ്ട് കൊടുക്കും കേട്ടോ, അവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു ചെറിയൊരു തണ്ട് കറ്റാർ വാഴ തൈ ഒരു കഷ്ണം എടുക്കാം. എന്നിട്ട് അതും ഇത്തിരി കയ്യൂന്നിയും എടുക്കാം. അപ്പോൾ ചെറിയൊരു കറ്റാർ വാഴ മതി, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ജെല്ലുണ്ടാവും. നമുക്ക് കയ്യൂന്നിയുടെ ഇല മാത്രം എടുക്കാം, കാരണം അതിൻ്റെ തണ്ട് നല്ല രീതിയിൽ മൂത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇല മാത്രമായിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ കയ്യൂന്നി ഇടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ പാക്ക് നല്ല പച്ച നിറമായിരിക്കും കേട്ടോ. കയ്യൂന്നിയുടെ എണ്ണയൊക്കെ ഉപയോഗിച്ചവർക്കറിയാം, കയ്യൂന്നി ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ എണ്ണയ്ക്കൊരു പ്രത്യേക നിറമായിരിക്കും, നല്ല കരിമ്പച്ച കളറ് നിറമായിരിക്കും. അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂ ഞാനിന്ന് ചെമ്പരത്തി ഇല ഉപയോഗിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ ഇഷ്ടംപോലെ പൂവുണ്ട്. അപ്പോൾ അവളോട് ചോദിച്ചപ്പം അവൾ ഈ വഴി വരുന്നുണ്ട്, അപ്പോൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ചെമ്പരത്തിപ്പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൂവെന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു അളവൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന അത്രയും പൂവ് എടുക്കാം. കുറഞ്ഞതൊരു 10 അല്ലെങ്കിൽ 15 പൂവോളം മതി. എനിക്ക് പക്ഷേ 10-25ഓളം പൂവ് കിട്ടിയിട്ടുണ്ട്. ഞാനതെല്ലാം എടുത്തു കേട്ടോ, ഒന്നും തന്നെ കളഞ്ഞിട്ടില്ല. പിന്നെ ഞാനെടുത്ത മിക്സിയുടെ ജാറ് കുറച്ച് ചെറുതായി പോയതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ കയ്യൂന്നിയും ചെമ്പരത്തിപ്പൂവും കൂടെ ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിൽ. ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അലോവേരയുടെ ജെല്ലിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കാം. നമുക്ക് വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അലോവേര ഉണ്ടല്ലോ. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ പൂവാണെങ്കിലും എല്ലാം കയ്യൂന്നി ആണെങ്കിലും ഒക്കെ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ കയ്യൂന്നി വേണമെന്ന് നിർബന്ധമില്ല, കയ്യൂന്നി അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. ഞാനൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കയ്യൂന്നി കിട്ടിയോണ്ടാണ് ഞാൻ എടുത്തത്. നമുക്ക് കറ്റാർ വാഴ എന്താ പറയുക, ഭയങ്കര ഒരു വളഞ്ഞിരിക്കുന്ന കറ്റാർ വാഴയാണ് ഞാൻ പൊട്ടിച്ചെടുത്തത്. അതുകൊണ്ട് അതൊക്കെ പുറത്ത് പച്ച കളറൊക്കെ കളയാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടെ. അത്യാവശ്യം നല്ല രീതിയിൽ ജെല്ലും ഉള്ളതുകൊണ്ട് നല്ല വഴുവഴുപ്പായിരുന്നു, എൻ്റെ കയ്യിൽ ഒതുങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുവിധം ഞാൻ കറ്റാർ വാഴ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ പുറത്ത് കളഞ്ഞിട്ട് ജെല്ല് മാത്രം എടുത്തത്. നന്നായി മിക്സിയിലിട്ട് അടിച്ചിട്ട് അരിച്ച് തുണി വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, തരികളൊക്കെ ഉണ്ടാവും അരിപ്പ് വെച്ചരിക്കുമ്പോൾ. അപ്പോൾ തുണി വെച്ച് അരിച്ച് നല്ല രീതിയിലെടുക്കുക. എന്നിട്ട് ഇത് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ല ലിക്വിഡ് ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക. എന്നിട്ട് ഇത് തലയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. അതിന് മുമ്പ് ഇത്തിരി എണ്ണ തേക്കണം കേട്ടോ തലയിൽ. ചെറുതായിട്ടൊരു എണ്ണയുടെ ഒരു ഇത് തലയിൽ വേണം, ഇല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും മുടി കഴുകി വരുമ്പോഴത്തേക്കും. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇത് നല്ല രീതിയിൽ അരിച്ചിട്ട് നല്ലൊരു ഹെയർ പാക്കായിട്ട് തലയിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം തലയിൽ വെക്കുക. അതിൽ കൂടുതലൊന്നും വെക്കേണ്ട, കൂടി വന്ന 20 മിനിറ്റ്. ചിലവർക്ക് തണുപ്പൊന്നും പറ്റാത്തവരൊന്നും അധികം ഇത് തലയിൽ വെക്കരുത് കേട്ടോ. അതിന് ശേഷം നല്ല രീതിയിൽ വെറും വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകുക. താങ്ക് യു.